നമസ്തേ, എല്ലാവർക്കും ഹിന്ദി ശിക്ഷ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. കേരള ഹിന്ദി പ്രചാരസഭ നടത്തുന്ന 2025 ക്ലാസ് ഫസ്റ്റ് CBSE ICSE സുഗമ ഹിന്ദി ക്വസ്റ്റ്യൻ്റെ ഒരു മോഡലാണ് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ നിങ്ങളുടെ ഗൈഡിൽ തന്നെ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ്റെ വീഡിയോസൊക്കെ നേരത്തെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ കുഞ്ഞുമക്കളും ഈ ഒരു മോഡലൂടെ പഠിച്ചിട്ട് പോവുക. അപ്പോൾ ആദ്യം തന്നിരിക്കുന്നത് സഹി അംഗ്രേസി ശബ്ദ ചുനിയ എന്നാണ്. അപ്പോൾ ശരിയായ ഇംഗ്ലീഷ് വാക്കുകൾ കണ്ടെത്തുക. അപ്പോൾ ഓരോ ഹിന്ദി വാക്കിൻ്റെയും ഇംഗ്ലീഷ് വാക്ക് എല്ലാം കുഞ്ഞുമക്കൾക്ക് ടിക്ക് ചെയ്യാൻ മാത്രമേ ഉള്ളൂ, എഴുതാനൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതുപോലെ നോക്കി ടിക്ക് ചെയ്താൽ മതി. രണ്ടാമത് വരുന്നത് സഹി അക്ഷരസെ പൂരാ കീജിയെ, ശരിയായ അക്ഷരം നോക്കി ടിക്ക് ചെയ്യാനുള്ളതാണ്. മൂന്നാമത് വന്നിരിക്കുന്നത് ശരിയായ വാക്ക് കണ്ടെത്താനുള്ളതാണ്. അടുത്തത് പിക്ചർ തരും, ആ പിക്ചറുമായി ബന്ധപ്പെട്ടുള്ള വാക്ക് കണ്ടെത്തുക. പിന്നെ വരുന്നത് പ്ലസ് ചേർത്ത് ജോഡിയായിട്ട് എഴുതാനുള്ളതാണ്. പിന്നെ കാക്ക കീക്കിയൊക്കെ കൊടുത്തിട്ടുണ്ട്, അല്ല കായ്ക്ക കൊടുത്തിട്ടുണ്ട്, അത് കറക്റ്റ് ഓർഡറിൽ നോക്കി എഴുതുക. പിന്നെ വരുന്നത് 4 അക്ഷരം വരുന്ന വാക്കുകൾ. ഫലോങ്ക നാമ, ഫ്രൂട്ട്സിൻ്റെ പേരുകൾ കണ്ടെത്തുക. രംഗോങ്ക നാമ, നിറങ്ങളുടെ പേര്. പിന്നെ വരുന്നത് സഹി ക്രമസെ മാത്രം എഴുതാനുള്ളതാണ്. വിട്ടുപോയ മാത്രകൾ കണ്ടെത്തുക. അപ്പോൾ ഇതേ മോഡലിൽ ഞാനൊരു ക്വസ്റ്റ്യൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാ മക്കളും ഈ ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്തിട്ട് പോകും കേട്ടോ. നിങ്ങളുടെ പേരൻസിനടുത്ത് പറഞ്ഞാൽ മതി, അവരത് എഴുതിത്തരും. അതനുസരിച്ച് നിങ്ങൾ ടിക്ക് ചെയ്ത് പോവുക. അപ്പോൾ ആദ്യം കൊടുത്തിരിക്കുന്നത് സഹി അംഗ്രേസി ശബ്ദ്. അപ്പോൾ കമൽ എന്ന വാക്കിൻ്റെ ശരിയായ അർത്ഥം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആദ്യം ഫോട്ടോ കാണിക്കുക. അപ്പോൾ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അതുപോലെ ചെയ്യുക. ഓക്കെ. അപ്പോൾ ഇനി ഓരോ വാക്കിൻ്റെയും ഓരോ ക്വസ്റ്റ്യനും പ്രത്യേകിച്ച് പറഞ്ഞുതരാം. കമൽ, അപ്പോൾ ഇവിടെ ആൻസർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കമലിൻ്റെ ആൻസർ എന്താ? ലോട്ടസ് അല്ലേ. അപ്പോൾ ലോട്ടസിൽ ടിക്ക് ചെയ്യുക. അടുത്ത് വരുന്ന ധർമ്മസ് എന്താണ്? ഫ്ലാസ്ക്. മച്ചലി ഫിഷ്. പതങ്ക് കൈറ്റ്. ഓക്കെ. അടുത്ത് രണ്ടാമത്തത് ഡേശ്രി, ഏതാ വരുന്നത്? ഛതരി. അടുത്തത് ഡേഷ്നുഷ്, ഏതാ? ധനുഷ്. അടുത്ത് വരുന്നത് ഡേഷ്നക്ക്, ഐനക്ക്. ഈക്കിൻ്റെ ഖ ഇതാണ്. അടുത്തത് മച്ചലി. അടുത്ത് വരുന്നത് സഹി ശബ്ദ പർ ചിഹ്ന ലഗായ, ശരിയായ ചിഹ്നം എഴുതാനുള്ളതാണ്. ഔരത്തിന് ഔ ആണ്. ഔരത്ത്. അടുത്ത് വരുന്നത് ഗരം. ഖർ ഇപ്പുറത്താണ്, രണ്ടാമത്തേലാണ് മറ്റേ ശരി കൊടുത്തിരുന്നത്. മൂന്നാമത്തെ ആൻസറിൽ വരുന്നത് ഇതാണ് ഖർ. ഗരം വരുന്നത് ഇത്. അടുത്ത് പേട് അങ്കൂർ. ഇനി വരുന്നത് ചിത്രദേക്കർ ചിഹ്നിലകായ്, ചിത്രം നോക്കി എഴുതാനാണ്. ഇവിടെ അനാറിൻ്റെ പിക്ചറാണ് ഞാൻ ഉദ്ദേശിച്ചത്, അനാറ്. അപ്പോൾ അനാർ എഴുതുക. അടുത്ത് വരുന്നത് കേരയാണ്, ബനാന. കേല. അപ്പോൾ കേലയിൽ നോക്കി ടിക്ക് ചെയ്യുക. അടുത്ത് പുളിയാണ് ഉദ്ദേശിച്ചത്, ഇമലി. അടുത്ത് ഉല്ലു ആണ്, അപ്പോൾ ഉല്ലൂല് കൊടുക്കുക. അടുത്ത് വരുന്നത് അക്ഷർ ജോഡ്കർ ലിഖിയെ, അക്ഷരം ചേർത്ത് എഴുതാനാണ്. സർക്കസ്, അപ്പോൾ സർക്കസ്. ഗമല. അപ്പോൾ ഇത് തെറ്റാതിരിക്കാൻ കുറച്ച് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്, ഞാൻ അത് ഓപ്ഷൻ എഴുതിയിട്ടില്ല. അപ്പോൾ മക്കൾ എഴുതുമ്പോൾ എന്ത് ചെയ്യുക? ഓരോ അക്ഷരങ്ങൾ അതേപോലെ നോക്കി എഴുതുക. സർക്കസ്, ഇതേപോലെ വരുന്ന അക്ഷരം ഏത് കോളത്തിലാണോ ഉള്ളത് ആ കോളത്തിൽ നോക്കി ടിക്ക് ചെയ്യുക. അടുത്ത് ഗമല, മചാലി, കബ്. ഓക്കെ. അടുത്ത അക്ഷരം കോ ജോഡ്കർ നയെ ശബ്ദ ലിഖിയെ, നല്, പാല്, ഫല്, കാല്, കല്. അപ്പം അങ്ങനെയുള്ളതൊക്കെ നോക്കി ടിക്ക് ചെയ്യുക. പരീക്ഷ തരുന്നത് 2 അക്ഷരമുള്ള വാക്ക് കണ്ടെത്താനായിരിക്കും. അപ്പോൾ കോളത്തിൽ 3 വാക്കുകൾ കാണും. 2 അക്ഷരം, 4 അക്ഷരം, 2 അക്ഷരം. അപ്പോൾ 2 ചോദിക്കണമെങ്കിൽ 2 എഴുതുക. 3 അക്ഷരമാണ് ചോദിക്കണമെങ്കിൽ 3 നോക്കുക. അപ്പോൾ എണ്ണി എഴുതിയാൽ മതി. ഇപ്പോൾ 2 അക്ഷരമാകുമ്പോൾ 1, 2 അല്ലേ, 2 അക്ഷരമായി. അടുത്ത സർക്കസ് ആണെങ്കിൽ 1, 2, 3, 4 അക്ഷരമായി. ഗമലാണെങ്കിൽ 3 അക്ഷരം. അങ്ങനെ എണ്ണി തന്നെ ചെയ്യുക കേട്ടോ. അടുത്ത് വരുന്നത് പല്ല്. 3 പഴങ്ങളുടെ പേരാണ് ഇവിടെ ചോദിച്ചത്. പരീക്ഷയ്ക്ക് ഒരു പഴം തന്നിട്ട് അത് ബാക്കി 2 അല്ലാതെ ഇരിക്കുക. അപ്പോൾ ഫൽ കെ നാം ലിഖിയെ, പഴം ഏതാണെന്ന് കണ്ടെത്തി എഴുതുക. അപ്പോൾ ഇവിടെ ഏതൊക്കെ ഫലമുണ്ട്? ആം, അങ്കൂർ, കേല. നിറങ്ങൾ ഏതൊക്കെയാണ്? കാല, പീല, നീല, ഹര, പൂര. ഓക്കെ. അടുത്ത് കോളത്തിൽ നിന്ന് വാക്ക് കണ്ടെത്താനുള്ളതാണ്. നല്ല്, കല്ല്, മത്ത്, അബ്. ഇനി ചാച്ചാ ചീച്ചി എഴുതാനുള്ളതാണ്. വിട്ടുപോയ അക്ഷരങ്ങൾ പൂർത്തിയാക്കാനാണ്. ചാ, ചാ, ചീ, ചീ, ചൂ, ചൂ, ചിർ, ചേ, ചൈ, ചോ, ചൗ, ചം, ച. ഓക്കെ. ലാസ്റ്റത്തത് നമൂനയ്ക്ക് ആൻസർ ലിഖിയെ, കാക്ക, കാക്ക, ചാച്ച, ചാച്ച, പാപ്പ, പാപ്പ, നാനി, നാനി. അപ്പോൾ ഇത്രയാണ് മോഡൽ. അപ്പോൾ എല്ലാ കുഞ്ഞുമക്കൾക്കും ഫുൾ മാർക്ക് കിട്ടട്ടെ. ടീച്ചർ പറയുന്ന പോലെ എല്ലാ കാര്യങ്ങളും ചെയ്യുക. അപ്പോൾ എല്ലാ ടെസ്റ്റ് തരുന്ന എല്ലാ വർക്കുകളും നന്നായിട്ട് പഠിക്കുക.
അതുപോലെ തന്നെ അതിൽ ഒരു മോഡൽ ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്, അത് നോക്കിയിട്ട് പോകും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ എല്ലാ വീഡിയോസും ടീച്ചർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാ കുഞ്ഞുമക്കളും ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യുക. പരീക്ഷ എഴുതിയതിന് ശേഷം നിങ്ങളുടെ കമൻറ്റ്സ് അറിയിക്കുക കേട്ടോ, പരീക്ഷ എളുപ്പമായിരുന്നോ എന്നുള്ള കാര്യം. അപ്പോൾ എല്ലാ വർഷവും സുഖമയുണ്ട്, അപ്പോൾ അതുപോലെ അത് ചെയ്യുക. ഓക്കെ, അടുത്തൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും നമസ്തേ.